പത്തനംതിട്ട തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുമായി CPM നേതൃത്വം. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. ഏരിയ കമ്മിറ്റി അംഗം ജനു മാത്യുവിന് താൽക്കാലിക ചുമതല നൽകി. നേരത്തെ അലങ്കോലമായ ലോക്കൽ സമ്മേളനം വീണ്ടും ചേർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനും തീരുമാനമായി. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. കടുത്ത വിഭാഗീയതയെ തുടർന്ന് CPIM തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നിർത്തിവെക്കുകയും സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് രൂക്ഷമായ വിമർശനങ്ങൾ അടങ്ങിയതിനാൽ ജില്ലാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പ്രതിനിധികളിൽ നിന്ന് തിരികെ വാങ്ങുകയും പിന്നീട് പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. യോഗത്തിൽ പ്രശ്നപരിഹാരം എന്ന നിലയ്ക്കാണ് കടുത്ത നടപടികൾ സ്വീകരിച്ചത്. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK കൊച്ചുമോനെ തലസ്ഥാനത്ത് നിന്ന് നീക്കി. പകരം ഏരിയ കമ്മിറ്റി അംഗം ജനോ മാത്യുവിന് താൽക്കാലിക ചുമതല നൽകി. പ്രവർത്തന റിപ്പോർട്ട് ചോർന്നതിലാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ നടപടിയുണ്ടായത്. ഒപ്പം സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് V ആന്റണിക്ക് താക്കീതും നൽകി. നേരത്തെ അലങ്കോലമായ ലോക്കൽ സമ്മേളനം ഈ മാസം 9-ന് വീണ്ടും ചേർന്ന് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനും തീരുമാനമായി. 11-നാണ് തിരുവല്ല ഏരിയ സമ്മേളനം. തിരുവല്ലയിലെ സംഘടനാ കാര്യങ്ങൾ പരിശോധിച്ചുവെന്നും സമ്മേളനവുമായി മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ യോഗത്തിന് ശേഷം വ്യക്തമാക്കി. നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിന്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി ഇപ്പോഴും പാർട്ടി മുന്നോട്ടേക്ക് പോകും. തിരുവല്ലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരിഹരിച്ചുവെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും പ്രതികരിച്ചു. തീരുമാനങ്ങൾ തിരുവല്ല ഏരിയ കമ്മിറ്റിയെ അറിയിച്ചു. അതേസമയം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ സ്വന്തം സ്ഥലമായ പത്തനംതിട്ട കൊടുമൺ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരം നടന്നു. മത്സരത്തിലൂടെ RB രാജീവ് കുമാറാണ് ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്സരം ഒഴിവാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും ആ നീക്കം നടന്നില്ല. അമൃത ന്യൂസ്, പത്തനംതിട്ട.